ഒക്കെ ഒരു നിമിത്തമാണെന്ന് കരുതിയാൽ മതി. വീണ്ടും ഞാൻ കിരണിനെ കണ്ടതും അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ വരാൻ തയ്യാറായതും അപർണ മോളുടെ പാർട്ടിക്ക് അവനെ ക്ഷണിക്കാൻ തോന്നിയതൊക്കെ മറ്റു ചില കാര്യങ്ങളിലേക്കുള്ള സൂചനയാണെന്ന് വച്ചോളൂ യാമിനി. ഇതിപ്പോ എത്ര ഇൻസിഡന്റ് ആയി. അവള് കാണിക്കുന്നത് പ്രായത്തിന്റെ തിളപ്പാണെന്ന് വെക്കാം. നിങ്ങളോ? ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴെങ്കിലും ബാലുവല്ല അപർണയ്ക്ക് ചേർന്ന പയ്യനെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണ്ടേ? ആണും പെണ്ണുമായിട്ട് അവളൊരാളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇതാണ് അവളോടുള്ള നിങ്ങളെ ഈ മനോഭാവമാണ് നിങ്ങൾ പോലും അറിയാതെ അവള് നൈസായിട്ട് മുതലെടുക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യണോന്നാ സന്ദീപേട്ടൻ പറയുന്നത്? ഈ ഒറ്റമോൾ സെന്റിമെന്റ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരമ്മയുടെ അധികാരത്തോടു കൂടി കുറച്ച് പ്രാക്ടിക്കലായിട്ട് അവളോട് സംസാരിക്കണം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണോ സന്ദീപേട്ടൻ കരുതുന്നത്? ചെയ്തിട്ടുണ്ടാവും. ബട്ട് നൗ ദ സിനാരിയോ ഈസ് ഡിഫറെന്റ്. എനിക്ക് മനസ്സിലായില്ല. പണ്ട് മുതലേ നീ ഇങ്ങനെയാ. നിന്റെ മട്ടും പാവൊക്കെ കണ്ടാലേ നിനക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നും. എടി പൊട്ടി, ഇന്ന് ബാലു അവളെ നിരാശപ്പെടുത്തിയപ്പോ അവളുടെ കൂടെ നിന്നതാരാ? കിരണല്ലേ? അങ്ങനെയെങ്കിലും അവര് കാണുകയും സംസാരിക്കുകയും ചെയ്തല്ലോ. നമ്മളൊന്ന് മനസ്സ് വെച്ചാ ആ പരിചയം ഒരു സൗഹൃദത്തിലേക്കും ഒരു കല്യാണത്തിലേക്കും വളർത്താൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ചാൻസാ ഇത്. നീ ആ റൂട്ടിലൊന്ന് പിടിച്ചു നോക്ക്. എന്റെ എല്ലാവിധ പിന്തുണയും നിനക്കുണ്ടാവും. അതൊരു ചെറിയ ടാസ്ക് അല്ല ഏട്ടാ. ബാലുവിനെ കിട്ടില്ല എന്ന് വന്നപ്പോ ജീവിതം അവസാനിപ്പിക്കാൻ പോയ പെണ്ണാ അവള്. അത്തരം മണ്ടത്തരങ്ങളൊക്കെ ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ കാണിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഡിഗ്രിക്ക് പഠിക്കുമ്പോ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നത് നീ ഓർമ്മിക്കുന്നുണ്ടോ? ഒരു മങ്ങിണി. മങ്ങിണിയല്ല, ആവണി. എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അവളൊരു മുട്ട ഏണിയായിരുന്നു. എന്നെ കിട്ടില്ല എന്ന് വന്നപ്പോ അവളും ഇതുപോലൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതല്ലേ. എന്നിട്ട് എന്തായി? ഇപ്പൊ വേറെ ഒരുത്തിനെയും കിട്ടി എവിടെയോ സുഖമായി ജീവിക്കുന്നു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അവളെ പോലെ മന്ദബുദ്ധി അല്ല അപ്പു. തമാശ കളയി സന്ദീപേട്ട. എന്റെ മനസ്സില് വീണ്ടും ഒരു നേരിയ പ്രതീക്ഷ തോന്നുന്നു. എക്സാക്ട്ലി. ബാലുവിന്റെ താലി അപ്പുവിന്റെ കഴുത്തിൽ ഇതുവരെ വീണിട്ടില്ലല്ലോ. വീഴുന്നത് വരെ അവളെ നല്ല വഴിക്ക് നയിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യാമിനി. പക്ഷേ അതിനാദ്യം മഹേഷിനെ കൺവിൻസ് ചെയ്യിക്കണം. അതാണ് അപ്പുവിനേക്കാൾ വലിയ കടമ്പ. എന്റെ ജീവിതത്തിൽ നിങ്ങൾ കാരണം വന്നു പോയിട്ടുള്ള നഷ്ടങ്ങളെല്ലാം നികത്താൻ ഇറങ്ങി പുറപ്പെടുക ഞാൻ. നിങ്ങൾ എന്നെ തള്ളിയിട്ട പടുകുഴിയിൽ നിന്നെല്ലാം കരകയറാൻ പോവാ ഞാൻ. ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ എത്ര ത്യാഗങ്ങൾ സഹിച്ചു, എത്ര കടമ്പകൾ കടന്നു. നിങ്ങളെപ്പോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ ഒളിച്ചോടൂല. ആരെല്ലാം എന്നെ തളർത്താൻ നോക്കിയാലും ഈ സുധാമണി തളരുകയില്ല. മീനാക്ഷി, അച്ഛൻ സുധാന്റിയോട് പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. അച്ഛന്റെ പ്രവൃത്തിയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛന്റെ സ്വഭാവം നിനക്കറിയാന്നുള്ളതല്ലേ. നീ ദയവ് ചെയ്ത് ഒന്നും മനസ്സിൽ വെക്കരുത്. അതിന് ചേച്ചിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. തെറ്റ് എന്റെ അമ്മയുടെ ഭാഗത്താ. അമ്മയുടെ ഒളിച്ചുകളി തുടങ്ങിയിട്ട് കുറച്ച് നാളായി.
അമ്മ കാണിച്ചു കൂട്ടുന്ന എല്ലാം നല്ല കാര്യങ്ങളാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ അമ്മ എന്തിനാ അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നേ? അപ്പൊ അത് ശരിയായ തീരുമാനമല്ലെന്ന് അമ്മയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അമ്മ ഞങ്ങളോട് പറയാതിരുന്നത്? അതിന് നിങ്ങളോട് പറഞ്ഞാ നിങ്ങൾ ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി കാണും. അതാ ഞാൻ പറഞ്ഞത്, നല്ലൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ എന്തിനു സമ്മതിക്കാതിരിക്കണം? ഇപ്പൊ തന്നെ നോക്ക് ചേച്ചി, അമ്മ സ്കൂളിൽ പോകുന്ന കാര്യം അറിഞ്ഞപ്പോ തന്നെ ഇവിടെ എന്തുമാത്രം പുകില ഉണ്ടായത്. അമ്മ സ്കൂളിൽ പോയി തുടങ്ങിയ ആരൊക്കെ എന്തൊക്കെ പറയുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ചേച്ചിയുടെ അച്ഛനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലേ തന്നെ ചേച്ചിയുടെ അച്ഛൻ എഴുതി വെച്ചത് കറക്റ്റ് അല്ലേ? ഈ കാണിക്കുന്നതിനൊക്കെ തലയ്ക്ക് ഓളമെന്നല്ലാതെ വേറെന്താ പറയാ? പിന്നെ ഞാനത് മായച്ചു കളഞ്ഞത് അത് കാണെ എന്റെ തല പെരുക്കാതിരിക്കാൻ വേണ്ടിട്ടാ. ക്ഷമ പറയാൻ വേണ്ടി മാത്രം ചേച്ചിയുടെ അച്ഛനോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ചേച്ചി അത് പറയാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ഇതിന്റെ പകുതി വലിപ്പം എന്റെ അമ്മയുടെ മനസ്സിനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആരോട് പറയാനാ? അമ്മയുടെ കലിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. സുധാമണി, ആൾ ദി ബെസ്റ്റ്. ഇനി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ വെക്കണം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോ പല തടസ്സങ്ങളും വരും. പക്ഷേ സുധേ, നീ അതൊന്നും കണക്കാക്കരുത് കേട്ടാ. അമ്മയുടെ തീരുമാനം സ്ട്രോങ് ആ സാറേ. ഇനി ആർക്കും അമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല സാറ്. ഇന്ന് സ്കൂളിൽ നടക്കാൻ പോകുന്ന പ്രസന്റേഷൻ നീ അടിപൊളിയാക്കണം. പ്രസന്റേഷനോ? എന്ത് പ്രസന്റേഷൻ അമ്മേ? അതെല്ലാം കാര്യം ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ വിശേഷം പറഞ്ഞേക്കാൻ നേരമില്ല. മാറി. ഭഗവാനെ, എന്റെ അമ്മയ്ക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടല്ലേ. അമ്മ കാരണം എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ നോക്കണേ. സ്കൂളിൽ ഇനിയും കുട്ടികൾക്ക് എന്നെ പരിഹസിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുക്കല്ലേ ഈശ്വര. ഭഗവാനേ വിഘ്നേശ്വര, സ്കൂൾ അഡ്മിഷന് ഒരു തടസ്സവും ഉണ്ടാവല്ലേ. പ്രസന്റേഷന്റെ സമയത്ത് പേടിയും വിറയിലും ഒന്നും ഉണ്ടാവാതെ കാത്തു രക്ഷിക്കണേ ഈശ്വര. കൃഷ്ണ ഗുരുഹരപ്പ. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ ഗുരുവന്ദനം നടത്തിയിട്ട് ഇറങ്ങണം എന്ന് എന്റെ അച്ഛൻ പറയലുണ്ട്. നിങ്ങൾ രണ്ടാളും എന്റെ ഗുരുക്കന്മാരാ. പിന്നെ മൂന്നാമതൊരു മഹാഗുരു ഉണ്ട്, മീനാക്ഷി. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏത് ജോലിക്കും അനുകൂല ഫലം ഉറപ്പാ. അതുകൊണ്ട് ആ മഹാഗുരുവിന്റെ അഭാവത്തിൽ എന്റെ ഈ രണ്ട് ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാ. അനുഗ്രഹിക്കണം. പറ്റേ? അളിയൻ എങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് യാമിനി പറഞ്ഞു. എൻ്റെ ഓഫീസ് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്കൊക്കെ നടക്കുന്നു. അതിൻ്റെ എഞ്ചിനീയറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്താ സന്ദീപ് സംസാരിക്കണമെന്ന് പറഞ്ഞത്? എനിത്തിങ് അർജന്റ്? ഞാൻ അപ്പുവിന്റെ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ആളിനോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചതാ. പാർട്ടിയിൽ എന്താ, എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? യെസ് യെസ്, ദ പാർട്ടി വാസ് ഗുഡ്. കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി. പക്ഷെ ആ ബാലഗോപാൽ വരാതിരുന്നത് എനിക്കെന്തോ അത്ര ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്നില്ല. അവനുമായി അപ്പുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം
നമ്മുടെ ഒരുവിധപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അറിയാവുന്ന കാര്യമല്ലേ? ഉം. സ്വാഭാവികമായും അവരൊക്കെ അവന്റെ ആബ്സെൻസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കൂ. അതിനയാള് മനഃപൂർവ്വം വരാതിരുന്നതല്ലോ. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതല്ലേ? എന്ത് പ്രശ്നമുള്ളിയ? ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഇഷ്യൂ ആണോ അത്? അപ്പൊ എന്റെ ഊഹം കറക്റ്റായിരുന്നു. നമ്മുടെ നിലയും വിലയും സമൂഹത്തിൽ നമുക്കുള്ള സ്ഥാനമൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അളിയ. അതിനി എത്ര വേഷം കിട്ടിയാലും ഈ കോളനി ജീവിക്കുന്ന ചെക്കനുണ്ടാവും. വെറുതെ അല്ല ഈ തറവാട്ട് മഹിമ ആട്യത്വന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അത് ജാത്യരുണ്ടാവണം. അതൊക്കെ നമുക്ക് ജന്മം കൊണ്ട് കിട്ടുന്ന കാര്യമല്ലേ സന്ദീപ്, അല്ലാതെ കർമ്മം കൊണ്ടല്ലല്ലോ. ആയിക്കോട്ടെ, പക്ഷേ അതിനും വേണമല്ലൊരു യോഗം. എൻഗേജ്മെന്റിന് ആ കോളനിക്കാരുടെ മുമ്പിൽ അവൻ ഞെളിഞ്ഞു നിന്നു. പക്ഷേ നമ്മൾ വിളിച്ചു വരുത്തിയ അതിഥികൾക്ക് മുന്നിൽ നിവർന്നു നിൽക്കാൻ അവനൊരല്പം ജാള്യത കാണും. ഒരുതരം ചീപ്പ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതുകൊണ്ടാണ് ആ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് അവൻ ഈ ഫംഗ്ഷനിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. ഫ്യൂച്ചറിലും അപ്പുമോളുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല അവസരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും അവൻ ഇതുപോലെ വിട്ടുനിൽക്കും. അത് അപർണയ്ക്ക് ഉണ്ടാക്കിയേക്കാവുന്ന മാനസിക വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം. സന്ദീപ്, വിവേകമുള്ളൊരു പെൺകുട്ടിയാണ് അപ്പു. അവൾക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രേമം ഇഷ്ടമെന്നൊക്കെ പറയുന്നതിനപ്പുറം അവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, പരസ്പര ബഹുമാനമുണ്ട്. ബാലുവിനെ നന്നായി അറിഞ്ഞു തന്നെയാണ് അവൾ അവനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കുറപ്പുണ്ട്. അത് മാത്രമല്ല, ആൾക്കൂട്ടത്തിനിടയിലല്ലോ അവർ ജീവിക്കാൻ പോകുന്നത്. അളിയന് ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് നന്നായി മനസ്സിലായി സന്ദീപ്. എന്റെ അനുഭവത്തിൽ എത്ര ഹൈ പ്രൊഫൈൽ ആളുകൾക്കിടയിലും നിവർന്നു നിൽക്കാനും നന്നായി പെരുമാറാനും തക്കവണ്ണം വിദ്യാഭ്യാസവും വിവരവും കോൺഫിഡൻസും ഒക്കെയുള്ള ചെറുപ്പക്കാരനാണ് ബാലു. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് മാറ്റി നിർത്തേണ്ട ഒരാളല്ല അവൻ. താൻ വിഷമിക്കണ്ടോ? ഈ ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നന്നായി അറിയുന്നവൾ ആഭരണ. ബാലു അതെ, അവരുടെ ജീവിതം അവർ ജീവിച്ചിട്ടുന്നേ. അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. യെസ്, I'll be there in 20 minutes. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ സന്ദീപ്. ഇനി നിന്നാ ലേറ്റ് ആവും. ഓക്കെ. അനുഗ്രഹിക്കണം സാറേ. ഡോണ്ട് ഡു ദിസ്. എന്തിനാ സുധാമണി ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇപ്പൊ സാറാ എന്റെ ഗുരു, എന്റെ വഴികാട്ടി, എന്റെ ദൈവം. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഗുരുക്കന്മാരുടെ കാല് തൊട്ട് തൊഴുന്നത് ഒരു പ്രത്യേക ഐശ്വര്യാന്ന് എന്റെ അച്ഛൻ പ്രത്യേകം പറയലുണ്ടേ. റെഡിയാണല്ലോ അല്ലേ? എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ല സാർ. ഉഷ്, എന്റെ നെഞ്ഞു കിടന്ന് പടപടാന്ന് മിടിക്കുന്നു. നമ്മൾ ഒരുപാട് ചിന്തിക്കാതെയും പ്രതീക്ഷിക്കാതെയും സംസാരിക്കുമ്പോഴുണ്ടല്ലോ, അത് കേട്ടു നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ കൊള്ളും. സാറ് പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക സാറേ. സുധാമണി ആദ്യമായി എന്നെ കാണാൻ വരുമ്പോ എന്തെങ്കിലും ഒരു പിടിവള്ളിയുടെ പിൻബലത്തോടെയാണോ വന്നത്? അല്ലല്ലോ. എന്നിട്ടും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ സധൈര്യം പറയാനും എന്നെ ബോധ്യപ്പെടുത്താനും സുധാമണിക്ക് കഴിഞ്ഞില്ലേ? പഠിക്കാനുള്ള ആഗ്രഹം സുധാമണിയുടെ മനസ്സിൽ എത്ര ശക്തമായിട്ടുണ്ടെന്ന് സുധാമണി വാക്കുകൾ കൊണ്ട് എനിക്ക് കാണിച്ചു. അതിൽ കൂടുതലൊന്നും സുധാമണി ഇവിടെയും ചെയ്യേണ്ടതില്ല. എന്നെ കാണാൻ വരുമ്പോ പിന്നിൽ നിന്നും ആരും ധൈര്യം തരാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഞാനില്ലേ? അതുകൊണ്ട് ഒരു നെഞ്ചെടുപ്പും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. സുധാമണിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു തടസ്സവും കൂടാതെ
അവരുടെ മുന്നിലങ്ങ് പറഞ്ഞേക്ക്. സുധാമണിയുടെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ. പക്ഷേ ഹാളിലെ ബൾബൊന്നും എറിഞ്ഞു പൊട്ടിക്കരുത്. നമ്മൾ കലർപ്പില്ലാതെ സംസാരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് ഇടം പിടിക്കാൻ പറ്റുക. അതുകൊണ്ട് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. ഓക്കെ? ഓക്കെ സർ. ഞാൻ 100% കോൺഫിഡന്റ് ആണ്. ഈ കടമ്പ സുധാമണിക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കേറാം. ശരി സർ. വരൂ. ഈശ്വര. മീനാക്ഷി, താനെന്താ ഇവിടെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ആന്റിയുടെ അഡ്മിഷന്റെ കാര്യം ഓർത്തിട്ടാണോ? നീ ഇതുവരെ വിട്ടില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നോട് സംസാരിക്കാൻ എനിക്ക് തന്റെ അനുവാദമൊന്നും ആവശ്യമില്ല. എനിക്ക് തന്നെ നന്നായി അറിയാം. ദേഷ്യം വരുമ്പോ വായിൽ വരുന്ന എല്ലാം വിളിച്ചു പറയും. കുറച്ചു കഴിയുമ്പോ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ ആവും. അതുകൊണ്ട് താൻ പറയുന്നൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് മിണ്ടാനില്ലെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത, എന്റെ വിഷമം മനസ്സിലാക്കാത്ത ഒരു ഫ്രണ്ടിനെ എനിക്ക് ആവശ്യമില്ല. അതെത്ര ബെസ്റ്റ് ആയാലും. നോക്ക് മീനാക്ഷി, നിന്റെ വിഷമം മനസ്സിലാക്കാഞ്ഞിട്ടോ നിന്നെ ഒറ്റപ്പെടുത്തണമെന്ന് കരുതിയിട്ടോ അല്ല ഞാൻ ആന്റിയെ ഫേവർ ചെയ്ത് സംസാരിച്ചത്. സത്യത്തിൽ ഞാനെന്ന് സംസാരിച്ചത് നിനക്ക് വേണ്ടി തന്നെയായിരുന്നു. പക്ഷെ നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സുധാന്റി നിന്റെ സ്വന്തം അമ്മയല്ലേ. സ്വാഭാവികമായും ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ആന്റി നിന്റെ ഒരു 5 ഇരട്ടിയെങ്കിലും വരും. നീ വെറുതെ പുള്ളിക്കാരോട് മത്സരിച്ച് തോറ്റു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കെന്ത് ഗുണം? അതെ, ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മ പഠിച്ചൊരു ഡിഗ്രിക്കാരി ആയതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് ഗുണം? ഞാൻ പഠിപ്പ് മതിയാക്കി വീട്ടിലിരുന്നോണ്ട് എനിക്കെന്ത് ഗുണം? രണ്ടുപേരും തോക്കട്ടെ, ഞാൻ സഹിച്ചു, അത്ര തന്നെ. എന്തിനാ തോക്കുന്നേ? 2 പേർക്ക് ഒരുപോലെ ജയിക്കാനുള്ള ഒരു സാധ്യതയാ നിങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷെ അത് കാണാനുള്ള കണ്ണും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും വേണം. നോ, ഇപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതറിയാതെ നീ സംസാരിക്കുന്നേ. അതെ, കളിയാക്കൽ സഹിക്കേണ്ടി വരും, ഇല്ലെന്ന് പറയുന്നില്ല. അത് എത്ര നാളത്തേക്കെന്ന് വെച്ചാ? കളിയാക്കുന്നവർക്ക് മടിക്കില്ലേ? ഇപ്പൊ ഇത്തിരി ഒന്ന് സഹിച്ച് കടന്നു കിട്ടിയാൽ പിന്നെ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ നിന്റെ സ്കൂൾ ലൈഫ് മൊത്തം ഫണ്ണും എൻജോയ്മെന്റും കൊണ്ട് ഫിൽഡ് ആയിരിക്കും. വീട്ടിൽ വളരെ പീസ്ഫുൾ ലൈഫായിരിക്കും. നിർത്ത്. നിന്റെ അഡ്വൈസ് ഒക്കെ നീ പുറത്താർക്കെങ്കിലും കൂടെ കൊടുക്ക്. ചിലപ്പോ നല്ല കാശ് കിട്ടും. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ താൻ പുറത്തു കളയുന്ന എനിക്കറിയാം. ബട്ട് ഐ ഡോണ്ട് കെയർ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നോട് സംസാരിക്കാൻ തന്റെ അനുവാദം ആവശ്യമില്ലാന്ന്. നിന്നോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം പിന്നീട് എനിക്ക് തോന്നാൻ പാടില്ല. ആ പിന്നെ, മാത്സ് ടീച്ചർ എല്ലാവരോടും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു സെൽഫ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മറക്കല്ലേ. എന്നാ ഞാൻ പോട്ടെ. അതെ, പിന്നൊരു കാര്യമുണ്ട്. സുധാന്റിയെ പോലെ ഇത്ര എനർജറ്റിക് ആയ ഒരു സ്റ്റുഡന്റ് ഫുൾ ടൈം ഒപ്പം ഉണ്ടാവുമ്പോ നിന്റെ പഠിത്തം ഡ്രാസ്റ്റിക് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് നീ ഈഗോ ഒക്കെ കളഞ്ഞിട്ട് അമ്മയോട് മത്സരിച്ച് പഠിക്കാനുള്ള വഴി നോക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നിർത്തി. വലിയൊരു മലേന്റെ മേലെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായി ഇപ്പൊ എന്റേത്. ഞാൻ എന്ത് പറഞ്ഞാലും അതിപ്പോ എന്റെ മനസ്സിൽ തന്നെ മുഴങ്ങുന്നു എന്നുള്ള തോന്നലാ. ഞാൻ എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അറിയിക്കാൻ വന്നതാ. തുറന്ന മനസ്സോടെ
നിങ്ങളും എന്റെ ആഗ്രഹത്തെ മാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നിവർന്നു നിൽക്കാൻ ഞാൻ നിങ്ങളെല്ലാം മുന്നിൽ അഭിമാനം വെടിഞ്ഞ് യാചിക്കുകയാണ്. കൈവിടരുത്.